നമസ്കാരം. വയനാട്ടിൽ ആവേശമിളക്കി മറിച്ച് പ്രിയങ്ക ഗാന്ധി എത്തി. രാഹുൽ ഗാന്ധിയുടെ പ്രചരണാർത്ഥം മാനന്തവാടിയിലെ വള്ളിയൂർക്കാവ് മൈതാനിയിലെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് പ്രിയങ്ക ആദ്യം എത്തിയത്. BJP കഴിഞ്ഞ 5 വർഷമായി ചെയ്തത് വിഭജിക്കൽ മാത്രമാണെന്നും ഇന്ത്യ എന്തിനു വേണ്ടി നിലകൊള്ളുന്നുവോ അത് ഇല്ലാതാക്കാനാണ് BJP ശ്രമിച്ചത് എന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. സാധാരണക്കാരുടെ കാര്യത്തിൽ BJPക്ക് യാതൊരു താല്പര്യവുമില്ലെന്ന് BJP തെളിയിച്ചുവെന്നും പ്രിയങ്ക അഭിപ്രായപ്പെട്ടു. വൻ ജനാവലിയാണ് പ്രിയങ്കയെ കേൾക്കാൻ മാനന്തവാടിയിലെത്തിയത്. കർഷകർക്കും ആദിവാസികൾക്കും നൽകിയ വാഗ്ദാനം കോൺഗ്രസ് നിറവേറ്റും. കർഷകരെ മോദി സർക്കാർ വഞ്ചിച്ചുവെന്നും മോദി സർക്കാർ നിലകൊള്ളുന്നത് രാജ്യത്തെ ചില വ്യക്തികൾക്ക് വേണ്ടിയാണെന്നും മാനന്തവാടിയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പ്രിയങ്ക പറഞ്ഞു. 5 വർഷങ്ങൾക്ക് മുൻപ് ഒരു സർക്കാർ വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തി. ഇന്ത്യയിലെ ജനങ്ങൾ BJP സർക്കാരിൽ വിശ്വാസവും പ്രതീക്ഷയും വച്ചു പുലർത്തുകയും ചെയ്തു. ആ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ തന്നെ ജനങ്ങളുടെ വിശ്വാസം തകർക്കാൻ ആരംഭിച്ചു. അധികാരം അവർക്കാണെന്നും ജനങ്ങളിലല്ലെന്നും അവർ വിശ്വസിച്ചു. തിരഞ്ഞെടുപ്പിന് മുൻപ് എല്ലാവരുടെയും അക്കൗണ്ടുകളിൽ 15 ലക്ഷം നിക്ഷേപിക്കുമെന്ന് പറഞ്ഞ അവർ അത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് തുറന്നു പറഞ്ഞുവെന്നും പ്രിയങ്ക പറയുന്നു. രാവിലെ കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ പ്രിയങ്ക ഹെലികോപ്റ്റർ മാർഗമാണ് മാനന്തവാടിയിലെത്തിയത്. പൊതുസമ്മേളനത്തിന് ശേഷം പുൽപ്പള്ളിയിൽ നടക്കുന്ന കർഷക സംഗമത്തിലും അവർ പങ്കെടുത്തു. 2 മണിക്ക് നിലമ്പൂരിലും 3:40 അരീക്കോടും നടക്കുന്ന പൊതുസമ്മേളനങ്ങളിലും പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്നുണ്ട്. ശേഷം പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ജവാൻ VV വസന്തകുമാറിന്റെ തൃക്കൈപ്പറ്റയിലെ തറവാട്ടു വീട്ടിൽ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ചയും നടത്തും. രാത്രി വൈത്തിരിയിലെ റിസോർട്ടിൽ തങ്ങുന്ന പ്രിയങ്ക നാളെ തിരിച്ചുപോകുമെന്ന് KPCC നേതൃത്വം അറിയിച്ചു. വൈത്തിരിയിൽ മാവോയിസ്റ്റ് വെടിവയ്പുണ്ടായ സാഹചര്യത്തിൽ കോഴിക്കോട്ടെ റിസോർട്ടിലും പ്രിയങ്കയ്ക്ക് താമസ സൗകര്യം പരിഗണിക്കുന്നുണ്ട്. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.